ഈ ദുബായിലേക്ക് പെൺകുട്ടികളെ കൊണ്ടുകൊടുത്തു മനുഷ്യക്കടത്തുന്നതിൽ കൊണ്ടുപോയിട്ട് ലൈംഗിക ഉപയോഗങ്ങൾക്ക് വിൽക്കുന്ന പരിപാടി നടത്തിയ കേസിനെ കുറിച്ചാണ് വിഷ്ണു സുരേഷ് സംസാരിച്ചുകൊണ്ടിരുന്നത്. വിഷ്ണു അത് തുടരും. വിഷ്ണു, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ വിഷ്ണു. ഈ സംഘത്തിന്റെ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇതിന്റെ മാസ്റ്റർ ബ്രെയിൻ സിന്ധു എന്ന്, മുംബൈയിൽ നിന്ന് പിടിയിലായ സിന്ധു എന്ന് പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. ഇവരാണ് ദുബായിൽ ഈ ലൈംഗിക വൃത്തിക്കുള്ള സ്ഥാപനമടക്കം നടത്തുന്നതെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. അതിനുവേണ്ടിയിട്ട് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും ഒക്കെ സ്ത്രീകളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നതാണ്. മോഡലിംഗും ഫാഷൻ ഷോ എന്നൊക്കെ പറഞ്ഞാണ് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നെങ്കിലും അവരെ അവിടെ എത്തിക്കുന്നത് ഹോട്ടൽ റൂമിലേക്കാണ്. ഹോട്ടൽ റൂമിൽ എത്തിച്ച് നിർബന്ധിച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ആവശ്യപ്പെടുന്നു. അത് ദൃശ്യങ്ങളായി പകർത്തി അവരെ ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെയാണ് അവർ അവിടെ സ്ഥിരമായി നിൽക്കേണ്ടി വരുന്നത്. 57 ദിവസത്തെ വിസിറ്റിംഗ് വിസക്ക് കൊണ്ടുപോകുന്നു, പിന്നീട് തിരിച്ചിങ്ങോട്ടേക്ക് അയക്കുന്നതാണ് ഇവരുടെ രീതി എന്ന് പോലീസ് പറയുന്നുണ്ട്. ഇപ്പോൾ പിടിയിലായ അലീന, മഞ്ജിമ എന്നിവർ അത് സിന്ധുവിന്റെ ഏജന്റാണ്. അവരാണ് ഈ ഇരകളെ കണ്ടെത്തുന്ന, അല്ലെങ്കിൽ ഈ സ്ത്രീകളെയൊക്കെ കണ്ടെത്തുന്നതിന്റെ പ്രധാനപ്പെട്ട ജോലി ഇവർക്ക് രണ്ടുപേർക്കുമാണ്. ഇവർ ഈ ഫാഷൻ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകളാണെന്നാണ് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരം. നിലവിൽ കൊച്ചി DCP അശ്വതി ജിജിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘം കേസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. കൊച്ചിയിലെ ചില ഗുണ്ടാ നേതാക്കൾക്ക് ഈ സംഘവുമായി ബന്ധമുണ്ടെന്നും പോലീസ് സ്ഥിരീകരിക്കുന്നു. അങ്ങനെയെങ്കിൽ ആ തലത്തിലേക്ക് കൂടി അന്വേഷണം മാറും. ഇന്നലെ ആ പെൺകുട്ടിയുടെ ഓഡിയോ ക്ലിപ്പ് നമ്മൾ പുറത്തുവിട്ടതാണ്. സമാനതകളില്ലാത്ത ബുദ്ധിമുട്ടുകളിലൂടെയാണ് ആ സ്ത്രീ കടന്നു പോകുന്നത്. അവരെ കുഞ്ഞിനെ കൊലപ്പെടുത്തുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയാണ് അവരെ അവിടെ നിർത്തിയത്, ലൈംഗിക വൃത്തിക്ക് നിർബന്ധിച്ചത് എന്ന കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. കൂട്ടബലാത്സംഗത്തിന് ഇരയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത്തരം വകുപ്പുകളൊക്കെയാണ് ചുമത്തിയിട്ടുള്ളത്. വിശദമായ അന്വേഷണം ഈ കേസുമായി ബന്ധപ്പെട്ട് നടക്കുന്നു. കൂടുതൽ പരാതികൾ, ഒപ്പം തന്നെ കൂടുതൽ പ്രതികൾ ഈ കേസിൽ ഉണ്ടാകും എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. SK. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.